മുണ്ടക്കയെയും ചൂരൽമലയെയും ഒന്ന് പുതുക്കിപ്പണിയാൻ ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം പ്രദേശവാസികളെയും പങ്കാളികളാക്കിക്കൊണ്ട് ഇത്തരം പ്രദേശങ്ങളുടെ ജനകീയ അടയാളപ്പെടുത്തൽ വയനാട്ടിൽ നടത്തണമെന്ന് പ്രൊഫസർ ജോൺ മത്തായി നേതൃത്വം നൽകിയ വിദഗ്ധ സമിതിയുടെ ശുപാർശയുണ്ട്. ജില്ലയിലൊന്നാകെ മണ്ണിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. റോഡിനു വേണ്ടിയും കെട്ടിട നിർമ്മാണത്തിനായും മണ്ണിടിച്ച് തിട്ടകളാക്കുമ്പോൾ 2.5 മീറ്ററിൽ കൂടുതൽ കട്ടിംഗ് ഉണ്ടാവരുത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിൽ 107.5 ഹെക്ടർ സ്ഥലം സുരക്ഷിതമല്ലെന്നും ഇവിടെ ആളുകളെ താമസിപ്പിക്കരുതെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കൂടാതെ ഉരുൾപൊട്ടി മണ്ണും പാറയുമടക്കം 50 ലക്ഷം ടൺ അവശിഷ്ടമാണ് പുന്നപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത്. പുഴയിലടിഞ്ഞ മണ്ണും ചരലും നീക്കം ചെയ്യണം. ചൂരൽമല അങ്ങാടിയും സ്കൂൾ റോഡും സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുഴയുടെ പഴയ കൈവഴിയാണ് ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്.